ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ സംശയങ്ങളുമായി SIT വന്നിരിക്കുകയാണ്. ദേവപ്രശ്നം മറയാക്കി ശബരിമല തന്ത്രി സന്നിധാനത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. ശബരിമലയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ തന്ത്രിയുടെ അനുമതി വേണമെന്നാണ് നിയമം. ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും അത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന മേൽശാന്തിയോ ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ ശബരിമലയിലെ ജീവനക്കാരോ സന്നിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരും തന്നെ തന്ത്രിയെ പിണക്കാൻ നിൽക്കില്ലെന്നതും പകൽ പോലെ സത്യമാണ്. ഇതെല്ലാം അറിയുന്ന തന്ത്രിയുടെ തന്ത്രങ്ങളാണ് ശബരിമലയിൽ അരങ്ങേറിയതത്രേ. തന്ത്രി പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ കൂടി. പിന്നീട് അങ്ങോട്ട് തന്ത്രിയുടെയും പോറ്റിയുടെയും പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ മുഴുവൻ നടന്നത്. അവരുടെ കള്ളത്തരങ്ങൾക്ക് കുട പിടിക്കാനാണ് അടൂർ പ്രകാശുമായി കൂട്ടുകൂടിയത്. ഇത്രയൊക്കെ പറയുമ്പോൾ പ്രധാനമായും ഉയരുന്ന സംശയം ഇതായിരിക്കും: ഇവർ മാത്രമായിരുന്നോ ശബരിമലയിൽ ഉണ്ടായിരുന്നതെന്ന്. തിരുവായ്ക്ക് എതിർവായില്ലെന്നത് ശബരിമലയിൽ തന്ത്രിയുടെ കാര്യത്തിൽ 100% ശരിയാണ്. കാരണം തന്ത്രിയെ എതിർത്താൽ ആർക്കും ശബരിമലയിൽ തുടരാൻ സാധിക്കില്ല. മാത്രവുമല്ല, സമൂഹത്തിലെ പല ഉന്നതരെയും തന്ത്രിയുടെ ബന്ധത്തിലാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കണ്ടതെന്നും സമ്മാനങ്ങൾ കൈമാറിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സെഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയെ വരെ പോറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ തന്ത്രിയുടെ ബന്ധമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെയുണ്ട്. ഒപ്പം ഇപ്പോൾ ഉയരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവപ്രശ്നം മറയാക്കിയോ എന്നാണ്. അത് സംബന്ധിച്ച അന്വേഷണങ്ങളാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘം നടത്തുക. 2018 ജൂണിലാണ് ദേവപ്രശ്നം നടത്തിയത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നം മറയാക്കിയോ എന്നാണ് SIT സംശയിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിലിലും കട്ടളയിലും വൈകല്യമുണ്ടെന്നായിരുന്നു അന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത്. 2019 ദേവപ്രശ്ന വിധിയെ തുടർന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ദേവപ്രശ്നം നടത്തിയവരിൽ നിന്ന് വിവരം തേടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് SIT പറയുന്നത്. ദ്വാരപാലക പാളിയും കട്ടളപ്പാളികളും കടത്തിയതിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2 തവണ പാളികൾ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നും തന്ത്രിക്ക് പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. തന്ത്രിക്ക് മറ്റു പല പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്നും SIT വ്യക്തമാക്കി. കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നതായും അറിയിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയെയാണ് SIT ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും പോറ്റിപ്പോയി സമ്മാനങ്ങൾ കൊടുത്ത ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തതിന്റെ പിന്നിലെ കളി എന്താണെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം മുതൽ നേരിട്ട് കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ എല്ലാ പ്രതികളുമായിട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും SITയുടെ കണ്ടെത്തലിലുണ്ട്. മാത്രമല്ല, തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും SIT കോടതിയെ അറിയിച്ചു. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോഴും കട്ടളപ്പാളി കൊണ്ടുപോകുമ്പോഴും തന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും SIT കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേരളത്തിന് പുറത്തും തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചനയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രി ഉണ്ടായിരുന്നെന്നും SIT പറയുന്നു. മുരാരി ബാബുവിന്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളും തന്ത്രിക്കെതിരാണെന്നും SIT കോടതിയെ അറിയിച്ചു. ശ്രീരാംപുര ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്ത്രിയെ പിണക്കിയാൽ ശബരിമലയിൽ ഒന്നും നടക്കില്ലെന്നും തന്ത്രി പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള സ്ഥിതി നിലനിൽക്കുന്നതിനാൽ പലരും ഈ കൊള്ളയിൽ ബലിയാടായതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അയ്യപ്പന്റെ മുതൽ കട്ടത് ആരായാലും അതിന് കൂട്ടുനിന്നത് ഏതൊക്കെ ഉന്നതരാണെങ്കിലും അഴിക്കുള്ളിലാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്.